നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. അപകട സ്ഥലവും സന്ദർശിച്ചു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം പ്രധാനമന്ത്രി സന്ദർശിച്ചു. എയർ ഇന്ത്യ സിഇഒ, അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് പ്രധാനമന്ത്രി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിയും കണ്ടു. പട്ടാപ്പകൽ കവർച്ച, ഷിബിൽ ലാൽ പിടിയിൽ. സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് നടുറോഡിൽ വെച്ച് 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. കൈമ്പാളം പള്ളിപ്പുറം മനയിൽ തൊടിയിൽ ഷിബിൽ ലാലാണ് തൃശൂരിൽ നിന്ന് പിടിയിലായത്. ഇയാളിൽ നിന്ന് 50,000 രൂപ കണ്ടെടുത്തു. 40 ലക്ഷം രൂപയാണ് ഷിബിൻ രാമനാട്ടുകര ഇസാഫ് ബാങ്കിലെ ജീവനക്കാരൻ അരവിന്ദന്റെ കയ്യിൽ നിന്നും കവർന്നത്. എന്നാൽ താൻ 1 ലക്ഷം രൂപ മാത്രമാണ് കവർന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവം. ബന്ധുവായ ലിവിയ കസ്റ്റഡിയിൽ. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ്. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്. ലിവിയയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ബാംഗ്ലൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു ലിവിയ. സഹോദരിയുടെ അമ്മായിയമ്മയായ ഷീല സണ്ണിയെ കൊടുക്കാൻ വ്യാജലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് കടന്നു. ലിവിയയെ നാളെ കേരളത്തിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അഹമ്മദാബാദ് ആകാശ ദുരന്തം. രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറും. രഞ്ജിത ജി നായരെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട എ പവിത്രനെ സസ്പെൻഡ് ചെയ്തതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പോസ്റ്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വയലാത്ര വാവൽത്താൻ വീട്ടിൽ സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഹെർണിയ ശസ്ത്രക്രിയയ്ക്കായി സിനീഷിന് അനസ്തേഷ്യ നൽകിയത്. ഇതിനിടെ അനസ്തേഷ്യ അലർജിയുള്ള സിനീഷിന് ഹൃദയാഘാതമുണ്ടായി. ഇതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ സിനീഷിന് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് യുവാവിന്റെ ബന്ധുക്കൾ അറിയിച്ചു. ഇന്നലെയാണ് സിനീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് ദാരുണാന്ത്യം. ഇടുക്കി ജില്ലയിൽ പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ആദിവാസി സ്ത്രീയാണ് മരിച്ചത്. മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത്. ഇന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിനുള്ളിൽ പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് 3 പേർ കൂടി അറസ്റ്റിൽ. സംഘത്തിന് സ്വിഫ്റ്റ് കാർ നൽകിയ മുഹമ്മദ് ഷെരീഫും കാറിന്റെ ഉടമകളായ മൊറയൂർ സ്വദേശി അബ്ദുൽ ഹക്കീം, മുനീർ എന്നിവരുമാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 8 ആയി. അന്നൂസ് റോഷൻ എന്ന യുവാവിനെയാണ് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം തട്ടിക്കൊണ്ടുപോയ മറ്റ് 6 പേർക്കായി അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മദ്യപിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറ് ബാങ്ക് ജീവനക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചു. പൂവച്ചൽ IOB ബാങ്ക് ജീവനക്കാരി രാജിയാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മനോജാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജീവനക്കാരിയുടെ പിന്നിൽ കാർ ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം 15 മീറ്ററിലധികം ദൂരം സ്കൂട്ടറിനെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർ വലിച്ചിഴച്ചു. കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും വാഹനത്തിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. തലയ്ക്കും കൈക്കും പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥിക്ക് സ്വകാര്യ ബസ് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം. ആക്രമണത്തിനിരയായത് 9ാം ക്ലാസ് വിദ്യാർത്ഥി. കോഴിക്കോട് കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ബസ്സിൽ കൺസെഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു അക്രമം. പരിക്കേറ്റ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. റെഡ് അലർട്ട്. 2 ദിവസം ട്യൂഷൻ സെന്ററുകളും മദ്രസകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു.
ജൂൺ 14, 15 തീയതികളിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അങ്കണവാടികൾ, സ്പെഷ്യൽ ക്ലാസുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അവ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു.